ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ബിയോണ്ട് സൊല്യൂഷൻസ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വിൻഡോസ് ഓഫ് നോളജ് എന്ന ബയോളജിയുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് ഈ പാർട്ടിലേക്ക് തിരിച്ചു വരിക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് പാർട്ടും കൂടെ അതിനകത്ത് പറയാനുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ ബാലൻസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. തുടർന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കിനി പഠിക്കാൻ ഉള്ള പോർഷൻ ഫ്ലൂയിഡ്സ് ഇൻ ദ ഐ ആണ്. അതായത് നമ്മുടെ കണ്ണിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ്സ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ കണ്ണിൽ 2 ടൈപ്പ് ഫ്ലൂയിഡ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അക്യൂസ് ഹ്യൂമർ. എന്താണ് അക്യൂസ് ഹ്യൂമർ? സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വിട്രിയസ് ഹ്യൂമർ. സോ 2 ഫ്ലൂയിഡ്സ് ആണ് നമ്മുടെ കണ്ണിലുള്ളത്. ഏതൊക്കെയാണ്? അക്യൂസ് ഹ്യൂമർ ആൻഡ് വിട്രിയസ് ഹ്യൂമർ. എന്തൊക്കെയാണ് ഈ ഫ്ലൂയിഡ്സ് എന്നും ഇത് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നതെന്നും നമുക്ക് നോക്കാം. അക്യൂസ് ഹ്യൂമർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഫ്ലൂയിഡ് ദാറ്റ് ഈസ് ഫിൽഡ് ഇൻ ദ അക്യൂസ് ചാമ്പർ ബിറ്റ്വീൻ ദ ലെൻസ് ആൻഡ് ദ കോർണിയ. അതായത് അക്യൂസ് ചാമ്പറിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡാണ് അക്യൂസ് ഹ്യൂമർ എന്ന് പറയുന്നത്. ദാറ്റ് ഫ്ലൂയിഡ് ഈസ് ഫിൽഡ് ഇൻ ബിറ്റ്വീൻ ദ ലെൻസ് ആൻഡ് കോർണിയ. നമ്മുടെ കണ്ണിലെ ലെൻസ് ഇതാണ് നമ്മുടെ കണ്ണിലെ ലെൻസ്. കോർണിയ എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഇവിടെ. സോ ഇതിന് രണ്ടിനും ഇടയ്ക്കായിട്ടുള്ള ഭാഗം, അതായത് ഈ ഒരു ഭാഗത്തിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡാണ് അക്യൂസ് ഹ്യൂമർ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് പോർഷൻ ഈസ് കോൾഡ് as അക്യൂസ് ചേംബർ. അക്യൂസ് ചേംബറിലാണ് അക്യൂസ് ഫ്ലൂയിഡ് കാണപ്പെടുന്നത്, അക്യൂസ് ഹ്യൂമർ കാണപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ കോർണിയ ആൻഡ് ഐലൻഡ്സ്. ഈ ഒരു പോർഷനിലായിട്ടാണ് അക്യൂസ് ഹ്യൂമർ കാണപ്പെടുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ബ്ലഡ് ആൻഡ് ഈസ് റീഅബ്സോർബ്ഡ് ബൈ ബ്ലഡ് നറിഷസ് ദ ടിഷ്യൂസ് ഇൻ ദ ഐ. ആ ഒരു അക്യൂസ് ഹ്യൂമർ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ നിന്നും ഫോം ചെയ്യുന്ന ഒരു ഫ്ലൂയിഡാണ്. ആൻഡ് അതുപോലെ തന്നെ അത് ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്ത് പോവുകയും ചെയ്യും. ബ്ലഡിൽ നിന്നുണ്ടാവും, ബ്ലഡിലേക്ക് തന്നെ പോകും. ഓക്കെ, അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐനെ നറിഷ് ചെയ്യുക, ഐ ടിഷ്യൂസിനെ നറിഷ് ചെയ്യുക, നമ്മുടെ ഐയിലുള്ള ടിഷ്യൂസിനെ നറിഷ് ചെയ്യുക എന്നുള്ളതാണ് അക്യൂസ് ഹ്യൂമറിൻ്റെ ഫങ്ഷൻ. സോ ഒന്നുകൂടെ പറയാം, അക്യൂസ് ഹ്യൂമർ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലെ അക്യൂസ് ചാമ്പറിലാണ് കാണപ്പെടുന്നത്. അക്യൂസ് ചേമ്പർ എന്ന് പറയുന്ന പോർഷൻ കോർണിയയ്ക്കും ഐലൻഡ്സിനും ഇടയ്ക്കായിട്ടുള്ള ഈ ഒരു പോർഷനാണ്. സോ ഇവിടെയാണ് നമ്മുടെ അക്യൂസ് ഹ്യൂമർ ഉള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ജോലി എന്ന് പറയുന്നത് ടു നറിഷ് ദ ടിഷ്യൂസ് ഓഫ് ദി ഐ. അതുപോലെ ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ദ ബ്ലഡ് ആൻഡ് റീഅബ്സോർബ്ഡ് ബൈ ബ്ലഡ്. അടുത്തത് വിട്രിയസ് ഹ്യൂമർ ആണ്. വിട്രിയസ് ഹ്യൂമർ ഈസ് എ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് സീൻ ഇൻ ദ വിട്രിയസ് ചേമ്പർ ബിറ്റ്വീൻ ദ റെറ്റിന ആൻഡ് ലെൻസ്. അതൊരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. എന്താണ്? ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ്, ജെല്ലി പോലുള്ള ഒരു വസ്തു, ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. ഇറ്റ് ഈസ് സീൻ ഇൻ ദ വിട്രിയസ് ചേമ്പർ. വിട്രിയസ് ചേമ്പറിലാണ് കാണപ്പെടുന്നത്. ദാറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ദ ലെൻസ് ആൻഡ് റെറ്റിന. നമ്മുടെ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയ്ക്കായിട്ട്, അതായത് ഈ ഒരു പോർഷനിലാണ് വിട്രിയസ് ഹ്യൂമർ കാണപ്പെടുന്നത്. ആൻഡ് ദിസ് പോർഷൻ ഈസ് കോൾഡ് as വിട്രിയസ് ചേമ്പർ. ഈ പോർഷനാണ് വിട്രിയസ് ചേമ്പർ എന്ന് പറയുന്നത്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഫ്ലൂയിഡ്? അതിൻ്റെ യൂസ് എന്താണ്? ടു മെയിൻറ്റെയിൻ ദ ഷേപ്പ് ഓഫ് ദി ഐ. ഐയുടെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് വിട്രിയസ് ഹ്യൂമറിൻ്റെ ജോലി എന്ന് പറയുന്നത്. സോ ഇത് അക്യൂസ് ചേമ്പർ, ഇത് വിട്രിയസ് ചേമ്പർ. ഇവിടെ കാണുന്ന ഫ്ലൂയിഡ് അക്യൂസ് ഫ്ലൂയിഡ് ആൻഡ് ഇവിടെ വിട്രിയസ് ഹ്യൂമറാണ് കാണപ്പെടുന്നത്. അക്യൂസ് ഹ്യൂമറിൻ്റെ ജോലി എന്താണ്? നമ്മുടെ ഐയിലെ ടിഷ്യൂസിനെ നറിഷ് ചെയ്യുക. ആൻഡ് വിട്രിയസ് ഹ്യൂമറിൻ്റെ ജോലി ഐയുടെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്രയേ ഉള്ളൂ 2 ഫ്ലൂയിഡ്സിനെ കുറിച്ച് പറയാനായിട്ട്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ ആണ്. നമ്മുടെ കണ്ണിൻ്റെ ഒരു പെക്യൂലിയാരിറ്റിയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അടുത്തിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ കണ്ടാലും ദൂരെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെയാണ് കാണുന്നതെങ്കിലും ഏതായാലും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും, അല്ലേ? അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കണ്ണും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിപ്പം ദൂരെയുള്ള ഒബ്ജക്റ്റ് ആയാലും അടുത്തുള്ള ഒബ്ജക്റ്റ് ആയാലും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് അനുസരിച്ച് നമ്മുടെ കണ്ണിനകത്തുള്ള ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കണ്ണിനുണ്ട്. അതുകൊണ്ടാണ് ഒബ്ജക്റ്റ് ദൂരെ ആയാലും അടുത്തായാലും നമുക്കതിനെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. എന്താണ് ഞാൻ പറഞ്ഞത്? ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ദൂരെ ആയാലും അടുത്തായാലും ആ ഒരു ഒബ്ജക്റ്റും കണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസിനനുസരിച്ച് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഐക്കുണ്ട്. ആൻഡ് ദാറ്റ് പെക്യൂലിയാരിറ്റി ഈസ് കോൾഡ് as the പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ. ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ കണ്ണിനുള്ളത് കൊണ്ടാണ് അകലെയുള്ള വസ്തുവായാലും അടുത്തുള്ള വസ്തുവായാലും നമുക്കതിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്താ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്? ദ കപ്പാസിറ്റി ഓഫ് അവർ ഐ ടു ചേഞ്ച് ദ കർവേച്ചർ ഓഫ് ലെങ്ത് ഡിപ്പെൻഡിങ് ഓൺ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഐ ആൻഡ് ദ ഒബ്ജക്റ്റ്. ഐക്കും ഒബ്ജക്റ്റിനും തമ്മിലുള്ള ഡിസ്റ്റൻസിനനുസരിച്ച് നമ്മുടെ ലെൻസിൻ്റെ കർവേച്ചർ ചേഞ്ച് ചെയ്യാനുള്ള നമ്മുടെ കണ്ണിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, കപ്പാസിറ്റിയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്.
The power of accommodation, it is the capacity of the eye to change the curvature of lens depending on the distance between the eye and object by adjusting the focal length is called as the power of accommodation of the eye. Power of accommodation എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെയും ഐയുടെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനനുസരിച്ച് നമ്മുടെ ഐ ലെൻസിൻ്റെ കർവേച്ചർ മാറ്റാനുള്ള കണ്ണിൻ്റെ കപ്പാസിറ്റിയാണ്. കർവേച്ചർ എങ്ങനെയാണ് മാറ്റുന്നത്? ബൈ അഡ്ജസ്റ്റിംഗ് ദ ഫോക്കൽ ലെങ്ത്. ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് മാറ്റിക്കൊണ്ട് ലെൻസിൻ്റെ കർവേച്ചർ മാറ്റാനുള്ള നമ്മുടെ കണ്ണിൻ്റെ ഒരു കപ്പാസിറ്റിയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണിത് സാധ്യമാവുന്നതെന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഒരു ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കാന്ന് അറിയാമോ? സിലിയറി മസിൽസ് റിലാക്സ്, ലിഗമെന്റ് സ്ട്രെസ്, കർവേച്ചർ ഓഫ് ലെൻസ് ഡിക്രീസസ്, ഫോക്കൽ ലെങ്ത് ഇൻക്രീസസ്. നമ്മുടെ സിലിയറി മസിൽസ്, അതായത് നമ്മുടെ ലെൻസിന് ചുറ്റും കാണുന്ന സർക്കുലർ മസിൽസ്, സിലിയറി മസിൽസ് റിലാക്സ് ചെയ്യും. സിലിയറി മസിൽസ് റിലാക്സ് ചെയ്യുമ്പോൾ ലിഗമെന്റ്, അതായത് നമ്മുടെ ഈ ഒരു പാർട്ട് ലെൻസിനെ സിലിയറി മസിലുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടാണ് ലിഗമെന്റ്. ഓക്കെ, ലിഗമെന്റ് എന്ത് ചെയ്യും? സ്ട്രെച്ച് ചെയ്യും. സിലിയറി മസിൽ റിലാക്സ് ചെയ്യുമ്പോൾ ലിഗമെന്റ് വലിയും, സ്ട്രെച്ച് ചെയ്യും. ലിഗമെന്റ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ലെൻസിന്റെ കർവേച്ചർ ഡിക്രീസ് ചെയ്യും. കർവേച്ചർ ഓഫ് ദി ലെൻസ് ഡിക്രീസസ് വെൻ ലിഗമെന്റ് സ്ട്രെച്ച് ആൻഡ് സിലിയറി മസിൽസ് റിലാക്സ്. അങ്ങനെ ലെൻസിന്റെ കർവേച്ചർ കുറയുമ്പോൾ അവിടെ എന്തും കുറയും? ഫോക്കൽ ലെങ്ത് കുറയും. സോ ഫോക്കൽ ലെങ്ത് കുറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ കാണാനായിട്ട് സാധിക്കും ക്ലിയർ ആയിട്ട്. ഇനി നമ്മൾ നിയർ ഒബ്ജക്റ്റിനെയാണ് കാണുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നത് അറിയാമോ? നിയർ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സിലിയറി മസിൽസ് എന്ത് ചെയ്യുന്നറിയോ? സിലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യും. നേരത്തെ സിലിയറി മസിൽസ് റിലാക്സ് ചെയ്യുകയോ ചെയ്തത്. നിയർ ഒബ്ജക്റ്റിനെ കാണുമ്പോൾ സിലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യും, ചുരുങ്ങും. അപ്പോൾ ലിഗമെന്റ്സ് റിലാക്സ് ചെയ്യും. നേരത്തെ ലിഗമെന്റ്സ് വലിയുകയോ ചെയ്യുന്നു, പക്ഷേ ഇപ്പോഴും ലിഗമെന്റ്സ് റിലാക്സ് ചെയ്യുന്നു. ലിഗമെന്റ്സ് റിലാക്സ് ചെയ്യുന്നു, സിലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കർവേച്ചർ എന്ത് പറ്റും? ലെൻസിന്റെ കർവേച്ചർ ഇൻക്രീസ് ചെയ്യും. നേരത്തെ ഡിക്രീസ് ആയിരുന്നു ചെയ്ത്, ഇപ്പോൾ എന്ത് ചെയ്യും? ലെൻസിന്റെ കർവേച്ചർ ഇൻക്രീസ് ചെയ്യും. അതുവഴി ഫോക്കൽ ലെങ്ത് കുറയും. നമുക്ക് അടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണാനായിട്ട് സാധിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മൾ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ സിലിയറി മസിൽസ് റിലാക്സ് ചെയ്യും, ലിഗമെന്റ്സ് സ്ട്രെച്ച് ചെയ്യും, ലെൻസിന്റെ കർവേച്ചർ കുറയും, ഫോക്കൽ ലെങ്ത് കൂടും. ദെൻ വി ക്യാൻ സീ ദ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ക്ലിയർലി. ഇനി നിയർ ഒബ്ജക്റ്റ് ആണെങ്കിലോ നമ്മുടെ സിലിയറി മസിൽസ് കോൺട്രാക്ട്, ലിഗമെന്റ്സ് വിൽ റിലാക്സ്, കർവേച്ചർ ഓഫ് ലെൻസ് വിൽ ഇൻക്രീസ് ആൻഡ് ഫോക്കൽ ലെങ്ത് ഡിക്രീസസ് ആൻഡ് ദസ് നമുക്ക് നിയർ ഒബ്ജക്റ്റിനെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് അടുത്തുള്ള ഒബ്ജക്റ്റിനെയും ദൂരെയുള്ള ഒബ്ജക്റ്റിനെയും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. ദിസ് കപ്പാസിറ്റി ഓഫ് ദി ഐ ഈസ് കോൾഡ് ദി പവർ ഓഫ് അക്കോമഡേഷൻ. ഓക്കെ, നമ്മളിനി പഠിക്കാൻ പോകുന്നത് റെഗുലേഷൻ ഓഫ് ലൈറ്റ് ഇൻ ദി ഐ. നമ്മുടെ കണ്ണിലേക്ക് വരുന്ന ലൈറ്റിന്റെ എമൗണ്ട് എങ്ങനെയാണ് കണ്ണിൽ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്? ഇപ്പോൾ ഇന്റൻസ് ലൈറ്റും അതുപോലെ തന്നെ ഡീം ലൈറ്റും, ഇതിന് രണ്ടും വന്നാലും നമ്മുടെ കണ്ണിൽ എങ്ങനെയുള്ള റെഗുലേഷൻസ് ആണ് അവിടെ സംഭവിക്കുന്നത്. ഒരുപാട് ഇന്റൻസ് ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് വന്ന് അടിച്ചാൽ അത് നമ്മുടെ കണ്ണിന് ഹാർംഫുൾ ആണ്. കണ്ണിനുള്ള ടിഷ്യൂസിനൊക്കെ അത് ഹാർംഫുൾ ആണ്. ഓക്കെ, അങ്ങനെ ഇന്റൻസ് ലൈറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മുടെ കണ്ണ് അതിനെ പ്രതിരോധിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ഐറിസ് ആണ്. ഐറിസിന്റെ സെന്ററിലുള്ള ഒരു ഹോള് പോലുള്ള ഒരു അപ്പാർച്ചർ പോലുള്ള പോർഷനാണ്. അപ്പാർച്ചറാണ് എന്താണ്? പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്യൂപ്പിളും ഐറിസും കൂടിയാണ് നമ്മുടെ കണ്ണിലേക്ക് വരുന്ന ലൈറ്റിന്റെ എമൗണ്ടിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. പ്യൂപ്പിളും ഐറിസും കൂടിയാണ് ലൈറ്റിന്റെ എമൗണ്ടിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ കണ്ണിലേക്ക് ഇപ്പോൾ ഒരുപാട് ബ്രൈറ്റ് ലൈറ്റ്, ഇന്റൻസ് ലൈറ്റ് വരുവാണെന്ന് വെച്ചോ. ഇന്റൻസ് ലൈറ്റ് വരുവാണെങ്കിൽ നമ്മുടെ കണ്ണിലുള്ള സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ചെയ്യും. എന്ത് ചെയ്യും? സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ചെയ്യും. സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്യൂപ്പിളിന്റെ സൈസ് കുറയും. അതായത് ഇവിടെയുള്ള ഹോൾ ഉണ്ടല്ലോ, ആ ഹോള് കുറയുമ്പോൾ ഒരുപാട് ലൈറ്റിന് നമ്മുടെ കണ്ണിലേക്ക് കയറാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ അവിടെ എന്ത് ചെയ്യും? ഒരുപാട് ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് കയറാതെ പ്യൂപ്പിൾ പ്രിവെന്റ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡിം ലൈറ്റ് ആണ് വരുന്നത്, നോർമൽ ലൈറ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യാം. റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ പ്യൂപ്പിളിന്റെ സൈസ് എന്ത് ചെയ്യും? വർദ്ധിക്കും. ഈ ഹോളിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ലൈറ്റിന് ഒരുപാട് നമ്മുടെ കണ്ണിലേക്ക് കയറാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റൻസ് ലൈറ്റ് വരുവാണെങ്കിൽ സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ പ്യൂപ്പിളിന്റെ സൈസ് കുറയും. കുറച്ച് ലൈറ്റ് മാത്രമേ നമ്മുടെ കണ്ണിലേക്ക് കയറും. ഇനി ഡിം ലൈറ്റ് ആണെങ്കിൽ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യും, പ്യൂപ്പിളിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. thereby ഒരുപാട് ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് കയറാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ കണ്ണിലേക്ക് വരുന്ന ലൈറ്റിന്റെ എമൗണ്ട് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. വളരെ എളുപ്പമാണ്, ഒന്നുമില്ല. കൂടുതൽ ലൈറ്റ് വരുവാണെങ്കിൽ ഒരു മസിൽ കോൺട്രാക്ട് ചെയ്യും, കുറച്ച് ലൈറ്റ് വരുവാണെങ്കിൽ മറ്റൊരു മസിൽ കോൺട്രാക്ട് ചെയ്യും. അതിനനുസരിച്ച് പ്യൂപ്പിളിന്റെ സൈസ് മാറ്റം ഉണ്ടാവും. അത്രയും. നമുക്കിനി അടുത്ത പോർഷനിലേക്ക് പോകാം. അടുത്തെന്ന് പറയുന്നത് ഫോട്ടോ റിസെപ്റ്റേഴ്സിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കണ്ണിൽ എന്തുണ്ട്? ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആണ് നമ്മുടെ കണ്ണിനകത്ത് ഉള്ള റിസെപ്റ്റേഴ്സ്. ആൻഡ് ദീസ് റിസെപ്റ്റേഴ്സ് ഹെൽപ്പ് ഐ ടു റിസീവ് സ്റ്റിമുലൈ ഫ്രം ദി സറൗണ്ടിങ്, ദാറ്റ് ഈസ് ടു റിസീവ് ലൈറ്റ് ഫ്രം ദി സറൗണ്ടിങ്സ്. നമ്മുടെ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇതൊക്കെ പറഞ്ഞതാണ് അല്ലേ? ഓക്കെ, ഈ ഫോട്ടോ റിസെപ്റ്റേഴ്സ് നമ്മുടെ കണ്ണിൽ എവിടെയാണ് കാണപ്പെടുന്നത്? റെറ്റിനയിലാണ്. റെറ്റിനയിൽ തന്നെ യെല്ലോ സ്പോട്ടിലാണ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് കാണുന്നത്. റെറ്റിനയിൽ തന്നെ ഈ ഒരു പോർഷൻ ഉണ്ട്, യെല്ലോ സ്പോട്ട്. ആ ഒരു പോർഷനിലാണ് നമ്മൾ എന്ത് കാണുന്നത്? ഫോട്ടോ റിസെപ്റ്റേഴ്സ്. പ്ലെന്റി ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് യെല്ലോ സ്പോട്ടിൽ ഉണ്ട്. ഇനി ആ ഫോട്ടോ റിസെപ്റ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് ലൈറ്റ് റിസീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു പാർട്ടാണ് ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഫോട്ടോ റിസപ്റ്റേഴ്സ് ലൈറ്റ് റിസീവ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിനുള്ളിൽ ഒരു ഇമ്പൾസ് ഉണ്ടാവും. ഓക്കെ, ഒരു ഇമ്പൾസ് ഉണ്ടാവും. ആ ഇമ്പൾസ് നമ്മുടെ ബ്രെയിനിലെ വിഷ്വൽ സെൻറ്ററിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു വസ്തു കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഒരു വസ്തു എന്നുള്ള ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോൾ അത് ഫോട്ടോ റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്ത് അവിടെ ഒരു ഇമ്പൾസിനെ ഉണ്ടാക്കും. ദാറ്റ് ഇമ്പൾസ് വിൽ റീച്ച് ബ്രെയിൻ. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നമുക്കിനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. There are two types of photoreceptors present in the retina of our eye. നമ്മുടെ കണ്ണിൽ റെറ്റിനയിലാണ് ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണുന്നത്, അതും റെറ്റിനയിൽ യെല്ലോ സ്പോട്ടിലാണ് ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണുന്നത്. ഇതൊക്കെ നമുക്കറിയാം. There are two types of photoreceptors present in our eye, rod cells and cone cells. റോഡ് സെൽസും കോൺ സെൽസുമാണ് നമ്മുടെ കണ്ണിലുള്ള രണ്ട് ടൈപ്പ് ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് റോഡ് സെൽസും കോൺ സെൽസും? റോഡ് സെൽസ് ആർ മോർ ഇൻ നമ്പർ ദാൻ കോൺ സെൽസ്. നമ്മുടെ കണ്ണിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഫോട്ടോ റിസപ്റ്റേഴ്സിൽ തന്നെ എണ്ണം കൂടുതലുള്ള റോഡ് സെൽസ് ആണ് കൂടുതൽ നമ്പർ നമ്മുടെ കണ്ണിൽ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് സെൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റോഡ് സെല്ലിനകത്ത് ഒരു പിഗ്മെന്റ് ഉണ്ട്. റോഡ് സെൽ കണ്ടെയ്ൻസ് എ പിഗ്മെന്റ് ആൻഡ് ദി പിഗ്മെന്റ് ഈസ് കോൾഡ് ആസ് റോഡോസ്പിൻ. എന്താണ് റോഡോസ്പിൻ? റോഡോസ്പിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് നമ്മുടെ റോഡ് സെൽസിൽ കാണപ്പെടുന്ന ഒരു പിഗ്മെന്റ്. And this pigment rhodopsin is formed of a protein called as opsin and retinal. ഈ റോഡോസ്പിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓപ്സിൻ എന്ന് പറയുന്ന ഒരു വസ്തു കൊണ്ടും റെറ്റിനാൽ എന്ന് പറയുന്ന ഒരു വസ്തു കൊണ്ടുമാണ്. സോ റോഡ് സെല്ലിനകത്തൊരു പിഗ്മെന്റ് ഉണ്ട്. ആ പിഗ്മെന്റിന്റെ പേരാണ് റോഡോസ്പിൻ എന്ന് പറയുന്നത്. ആൻഡ് ദ റോഡോസ്പിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഓപ്സിൻ ആൻഡ് റെറ്റിനൽ. ഓപ്സിൻ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഓപ്സിൻ ഈസ് എ പ്രോട്ടീൻ. ഓക്കെ, ആൻഡ് റെറ്റിനൽ ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് വൈറ്റമിൻ എ. റെറ്റിനൽ എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ ഒരു ഡെറിവേറ്റീവ് ആണ്. അതുപോലെ തന്നെ ഓപ്സിൻ ഒരു പ്രോട്ടീൻ ആണ്. ഓക്കെ, റോഡ് സെൽ ഉണ്ടാക്കിയിരിക്കുന്ന റോഡോസ്പിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് യൂസ് ചെയ്തിറങ്ങി അതിനകത്ത് റോഡോസ്പിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട്. ആ റോഡോസ്പിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓപ്സിനും റെറ്റിനാലും യൂസ് ചെയ്താണ്. ഓപ്സിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണ്. റെറ്റിനാൽ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ ഒരു ഡെറിവേറ്റീവ് ആണ്. നമ്മുടെ റോഡ് സെൽസ് എന്ന് പറയുന്നത് ഹൈലി ഫോട്ടോ സെൻസിറ്റീവ് ആണ്. റോഡ് സെൽ എന്ന് പറയുന്നത് ഹൈലി ഫോട്ടോ സെൻസിറ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ അതിന് ലൈറ്റിനെ സെൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. ഇറ്റ് ഈസ് ഹൈലി ഫോട്ടോ സെൻസിറ്റീവ്. highly photosensitive and thus they are activated even in dim light. അതുകൊണ്ട് തന്നെ ലൈറ്റ് കുറവാണെങ്കിൽ കൂടിയും അതെന്ത് ചെയ്യും? ആക്ടിവേറ്റ്. മീൻസ് ലൈറ്റ് കുറവാണെങ്കിൽ കൂടിയും അതിന് ലൈറ്റിനെ സെൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. വളരെയധികം ഫോട്ടോ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ചെറിയ ലൈറ്റ് ഉണ്ടെങ്കിൽ തന്നെയും അതിനെ സെൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഡിം ലൈറ്റിലും വിഷൻ പോസിബിൾ ആയിട്ടുള്ളത്. cannot dictate color. cannot dictate color. So നമ്മൾ റോഡ് സെൽസിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞാൽ, റോഡ് സെൽസിനകത്ത് ഒരു പിഗ്മെന്റ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ആസ് റോഡോസ്പിൻ. റോഡോസ്പിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഓപ്സിൻ ആൻഡ് റെറ്റിനൽ. ഓപ്സിൻ ഈസ് എ പ്രോട്ടീൻ ആൻഡ് റെറ്റിനൽ ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് വൈറ്റമിൻ എ. റോഡ് സെൽ ഈസ് ഹൈലി ഫോട്ടോ സെൻസിറ്റീവ് ആൻഡ് therefore vision is possible even in dim light since they are activated even in dim light. ഡിം ലൈറ്റിൽ പോലും അവർ ആക്ടിവേറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിം ലൈറ്റിൽ കാണാൻ സാധിക്കുന്നത് റോഡ് സെൽസ് ഇത്രയും അധികം ഫോട്ടോ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ്. പക്ഷേ എന്താണ്, അവർക്ക് കളർ ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിയും. they cannot dictate കളർ ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ they are highly photosensitive. that is why vision is possible even in dim light. ഇനി നമുക്ക് കോൺ സെൽസിന്റെ പ്രത്യേകതകൾ നോക്കാം. കോൺ സെൽസിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കോൺ സെൽസിനകത്തും ഒരു പിഗ്മെന്റ് ഉണ്ട് ആൻഡ് ദാറ്റ് പിഗ്മെന്റ് ഈസ് കോൾഡ് ആസ് ഫോട്ടോപ്സിൻ. അതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ഐഡോപ്സിൻ. ഓക്കെ, ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ ഐഡോപ്സിൻ. ഈ ഒരു പിഗ്മെന്റ് യൂസ് ചെയ്താണ് നമ്മുടെ കോൺ സെൽസ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ കോൺ സെൽസിനകത്തുള്ള പിഗ്മെന്റാണ് ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ ഐഡോപ്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പിഗ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നതും ഓപ്സിനും റെറ്റിനാലും യൂസ് ചെയ്തിട്ടാണ്. നമ്മുടെ റോഡ് സെൽസിൽ റോഡോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നതും ഓപ്സിനും റെറ്റിനാലും യൂസ് ചെയ്താണ്. സെയിം കാര്യം തന്നെ ഇവിടെ, ഓപ്സിനും റെറ്റിനാലും യൂസ് ചെയ്താണ് ഇവിടുത്തെ പിഗ്മെന്റും ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൽ 3 ടൈപ്പ് കോൺ സെൽസ് ഉണ്ട്. 3 പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണ്? റെഡ്, ബ്ലൂ ആൻഡ് ഗ്രീൻ. ഈ റെഡ്, ബ്ലൂ ആൻഡ് ഗ്രീൻ എന്ന 3 പ്രൈമറി കളേഴ്സിന് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന 3 ടൈപ്പ് കോൺ സെൽസ് ആണ് നമ്മുടെ കണ്ണിലുള്ളത്. ഓക്കെ, ഇങ്ങനെ ഡൈവേഴ്സ് ആയിട്ടുള്ള കളേഴ്സിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ നമ്മുടെ കോൺ സെൽസിന് പറ്റാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, കോൺ സെൽസിലെ പിഗ്മെൻ്റായ ഫോട്ടോസിൻ ഉണ്ടാക്കിയിരിക്കുന്ന ഓപ്സിൻ, ആ ഓപ്സിനകത്ത് അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അമിനോ ആസിഡ് അതുകൊണ്ടാണ്
എന്ത് സാധിക്കുന്നത്, കോൺസെപ്റ്റ്സിന് പല കളേഴ്സിനെ ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, കോൺസെപ്റ്റ്സ് ആണ് നമുക്ക് കളർ വിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. കളറിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റും, പക്ഷേ റോഡ് സെൽസിന് കളറിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിയില്ല. കോൺസെപ്റ്റ്സ് ആണ് കളറിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. റോഡ് സെൽസ് ആർ ഹൈലി ആക്റ്റീവ് ഈവൻ ഇൻ ഡിം ലൈറ്റ്. ഡിം ലൈറ്റിൽ പോലും ആക്റ്റീവാണ്, പക്ഷേ കോൺസെപ്റ്റ്സ് ആണെങ്കിലും കളർ വിഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ കോൺസെപ്റ്റ്സ് ഒന്നുകൂടെ പറയാം. കോൺസെപ്റ്റ്സിനകത്ത് ഒരു പിഗ്മെന്റ് ഉണ്ട്, ഫോട്ടോപ്സിൻ ഓർ ഐഡോപ്സിൻ, ആൻഡ് എ പിഗ്മെന്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഓപ്സിൻ ആൻഡ് റെറ്റിനൽ, ആൻഡ് ദിസ് ഓപ്സിൻ കണ്ടെയ്ൻസ് അമിനോ ആസിഡ്. അങ്ങനെ ഓപ്സിൻ അമിനോ ആസിഡ് ഉള്ളതുകൊണ്ടാണ് പല കളേഴ്സിന് കോൺസെപ്റ്റ്സിന് ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിയുന്നത്. 3 കളേഴ്സാണ് റെഡ്, ബ്ലൂ ആൻഡ് ഗ്രീൻ. ഈ 3 കളേഴ്സിന് ഡിക്റ്റേറ്റ് 3 പ്രൈമറി കളേഴ്സിന് ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കുന്ന 3 types of concepts are present in our eye, and also concepts provide us with color vision. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കോൺസെപ്റ്റ്സിനെ കുറിച്ചും റോഡ് സെൽസിനെ കുറിച്ചും പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് വിഷൻ്റെ കെമിസ്ട്രി, അതായത് എങ്ങനെയാണ് വിഷൻ പോസിബിൾ ആയിട്ടുള്ളത്, പ്രോസസ് ഓഫ് വിഷൻ ഒക്കെയാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അത് പറയാമല്ലോ. തുടർന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ ബാലൻസ് ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.